ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഇത് ഷാഫി പറമ്പലിന്റെ വിജയം എന്ന രീതിയിൽ താങ്കൾ ഉറപ്പിക്കുകയാണോ? ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് അവിടെ അദ്ദേഹത്തിനെതിരെ പ്രചരിക്കുകയായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ കണ്ടെത്താൻ കഴിയാത്തത് അത് അന്വേഷണം CPM-ലേക്ക് തന്നെ ചെന്നെത്തും എന്നതുകൊണ്ടാണ്. ഇങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇത് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ വടകര നിയോജക മണ്ഡലത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. കോഴിക്കോട്ടാണ് മണ്ഡലം, കോഴിക്കോടാണെങ്കിൽ കൂടി വടകര നിയോജക മണ്ഡലത്തിൽ ഇത്തവണ നിരവധി തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയ ആളുമാണ് ഞാൻ. വടകര ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് മുന്നണിയും UDF-ഉം LDF-ഉം വ്യാപകമായ രീതിയിൽ സമുദായം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു കൂട്ടർ മതമാണ് പറഞ്ഞത്, ഒരു കൂട്ടർ ജാതിയാണ് പറഞ്ഞത്. ഇത് ഒരു പച്ച പരമാർത്ഥമാണ്. ഇത് ഈ കേരളത്തിലെ പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഏതോ ഒരു കൂട്ടർ അമിതാവേശം കാണിച്ച് ഫേസ്ബുക്കിലിട്ടു. അവർക്ക് ഈ ഫേസ്ബുക്കിൽ ഇടുന്ന സമയത്ത് ഇതൊരു ഇലക്ട്രോണിക് മീഡിയയാണ്, ഇതൊരു ഡിജിറ്റൽ സംവിധാനമാണ്, ഇതിന് എവിഡൻസ് ബാക്കിയാവും, നാളെ പിടിക്കപ്പെടുമെന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ അതല്ല രണ്ടും കൽപ്പിച്ച് ചെയ്തതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശം വരും. കേരള ഗവൺമെന്റ് എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് അന്വേഷണം ഉണ്ടാവുമെന്നും സത്യം പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പുകമറ സൃഷ്ടിക്കലാണ് ഈ രണ്ട് മുന്നണിയും ചെയ്തത്. ഞാൻ 3 ഉദാഹരണം പറയാം. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് 3 കൊലപാതകങ്ങളുടെ പേരിൽ BJP-യും RSS-ഉം സംഘപരിവാർ പ്രസ്ഥാനങ്ങളും വേട്ടയാടപ്പെട്ടിരുന്നു. ഗോവിന്ദ് പൻസാരെ, നരേന്ദ്ര ദാബോൾക്കർ, കൽബുർഗി. ഈ കൊലപാതകങ്ങളിൽ 2 നടക്കുമ്പോൾ അതാത് സംസ്ഥാനത്ത് കോൺഗ്രസ് ആണ് അധികാരത്തിലുണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് NCP സഖ്യമായിരുന്നു, കർണാടകയിൽ കോൺഗ്രസ് സർക്കാരായിരുന്നു. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഗോവിന്ദ് പൻസാരയുടെ കൊലപാതകം നടക്കുമ്പോൾ മാത്രമാണ് BJP ശിവസേന സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നത്. ഈ കൊലപാതകങ്ങൾ RSS-ന്റെയും സംഘപരിവാറിന്റെയും BJP-ന്റെ തലയെ കെട്ടിവെക്കാൻ ഉള്ള ശ്രമം നടത്തിയവരാണ് ഈ രണ്ടു കൂട്ടരും. ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യ മുഴുവൻ നടന്ന് പ്രചരണം നടത്തി. ഇന്ന് വരെ ഈ കേസിൽ ഒരു RSS പ്രവർത്തകനെയോ BJP പ്രവർത്തകനെയോ RSS-ഓ സംഘപരിവാറായിട്ടോ ബന്ധമുള്ള ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. പുകമറ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പരസ്യമായി പറയാൻ സാധിക്കുന്ന കാര്യമേ രഹസ്യമായി പറയാൻ സാധിക്കുള്ളൂ, അതേ പാടുള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദിയും BJP-യും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പലതും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പരസ്യമായി പറഞ്ഞതാണ്, രഹസ്യമായിട്ട് പറയുന്ന പരിപാടിയില്ല. ഞങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു. പലരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പോയല്ലോ, ഒരു നടപടി ഉണ്ടായില്ലല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ നരേന്ദ്രമോദി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. 1-2 BJP-യുടെ പ്രാദേശിക നേതാക്കന്മാരുടെ ഭാഗത്ത് ചില തെറ്റുകൾ പറ്റിയപ്പോൾ ചില ശാസനകൾ ഉണ്ടായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? വടകരയിൽ വ്യാപകമായി സമുദായം പറഞ്ഞിട്ടുണ്ട്. ഇത് പച്ച പരമാർത്ഥമാണ്. വ്യാപകമായി സമുദായം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ട്. അതിലൊരു കൂട്ടർ ലേശം അമിതാവേശം കാണിച്ചു പോയി. അതാണിപ്പോ ഈ ഫേസ്ബുക്കിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് മതേതരത്വം പറയുന്ന ഈ രണ്ട് മുന്നണികളിലും വടകരയിൽ അത് പാലിച്ചിട്ടില്ല. വടകരയിൽ സമുദായം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ട്. വടകരയുടെ രാഷ്ട്രീയ അന്തരീക്ഷവും സാമുദായിക അന്തരീക്ഷവും ഇവർ കലുഷിതമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ പേര് പറഞ്ഞിട്ടും വടകര റെയിൽവേ സ്റ്റേഷനിലെ വികസനം പറഞ്ഞിട്ടും കിസാൻ സമ്മാൻ നിധി പറഞ്ഞിട്ടും ആയുഷ്മാൻ ഭാരത് പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചത്. പക്ഷേ ഈ രണ്ടു കൂട്ടരും അതല്ല ചെയ്തത്. വളരെ വ്യാപകമായി ഇവർ സമുദായം പറഞ്ഞിട്ടുണ്ട്. ഇത് സാധാരണ ഞങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. ഇത്തവണ ഇവരിത് വളരെ മോശമായ രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരസ്യമായി പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പലരും തർക്കം ഉന്നയിച്ചിട്ടുണ്ട്, അതങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത്. പക്ഷെ അത് ഈ രാജ്യത്തിലെ കോടതികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരിശോധിക്കാവുന്നതാണ്. കോടതികളുടെ മുമ്പാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നിലനിൽക്കാത്തതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പം പുറത്തു വന്നത് ഒരു അമിതാവേശത്തിൽ പറ്റിയൊരു കയ്യബദ്ധമാണ്. ഇതാരാ ചെയ്തതെന്ന് അറിയില്ല. ഞാനിപ്പോൾ ആരെ പേരും പറയുന്നില്ല. ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് CPM-ന്റെ ഹാൻഡിലുകളിലാണ് എന്നുള്ളത് സത്യമാണ്. അവരാണ് ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ട് എന്ന വിവരം വിളിച്ചു പറഞ്ഞത്. അങ്ങനെ പ്രചരണം ഒരു വ്യക്തി നടത്തിയെന്നാണ് ആരോപിച്ചത്. അയാളുടേതല്ല എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. ഇനി അത് ആരേതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് കേരള പോലീസിന്റെ ചുമതലയാണ്. അതിൽ ഒളിച്ചുകളി പാടില്ല. പോലീസിന്റെ ഭാഗത്ത് ഒളിച്ചുകളി പാടില്ല.
ഒരു സംഗതി അന്വേഷിക്കാൻ ഹൈക്കോടതി പറഞ്ഞാൽ അത് കാസിമിൻ എന്ന് പറയുന്ന ഒരാളുടെ ഫോണിൽ നിന്നല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് ആരേതാണെന്നും കൂടി പറയാൻ പോലീസ് തയ്യാറാവണം. അത് കണ്ടെത്താൻ ഇവിടെ മാർഗങ്ങളുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സത്യം പുറത്തു വരട്ടെ. അന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയാതെ ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതെന്തായാലും ഷാഫി പറമ്പിലിനെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കുകയില്ലല്ലോ എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ? അല്ല, അതിന് വേറൊരു വിഷയമുണ്ട്. പഴയ പോലെയല്ല. ഇപ്പൊ ഫേസ്ബുക്കിനും വാട്സപ്പിനൊക്കെ നോഡൽ ഓഫീസർമാർ ഈ രാജ്യത്തുണ്ട്. അവർക്ക് പണ്ടൊക്കെ അവര് പ്രതികരിക്കുക പോലും ഇല്ലായിരുന്നു ഇത്തരത്തിലുള്ള നോട്ടീസ് പോയാൽ. ഇപ്പൊ അവർക്ക് സാധ്യമല്ല, കാരണം അവർക്ക് ഇന്ത്യയിൽ നോഡൽ ഓഫീസർമാരുണ്ട്. അവർ ഉത്തരം പറയും. ഞാൻ മനസ്സിലാക്കുന്ന ഈ കേസിൽ രണ്ടാം പ്രതി ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറാണ്. 109 പ്രകാരം എടുത്ത കേസിൽ രണ്ടാം പ്രതി ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറാണ്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം സത്യസന്ധമായി നടക്കണം. പോലീസ് ഉരുണ്ട് കളിക്കരുത്. ഈ പോലീസ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പത്രവാർത്തയിൽ നിന്നും എനിക്ക് ANIയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞങ്ങൾക്ക് സമയം വേണം, ഇത് കണ്ടെത്താൻ സമയം വേണം, ഞങ്ങൾ നോഡൽ ഓഫീസറെ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്, കാരണം ഇപ്പോഴും ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്, അത് കാരണം ഞങ്ങൾ നോഡൽ ഓഫീസറെ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സമയം വേണമെന്നാണ് ഫേസ്ബുക്ക് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കാത്തിരിക്കാം ആരാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിലുള്ള. താങ്കൾ പറഞ്ഞ ഈ ഫേസ്ബുക്ക് കണ്ടന്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് പോരാളി ഷാജിയുടെ പേജിൽ നിന്ന് വ്യാജ സ്ക്രീൻഷോട്ട് കണ്ടന്റ് നീക്കം ചെയ്യാൻ ഫേസ്ബുക്കിനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് കേരള പോലീസ്. പക്ഷേ ഈ KK ലതികയുടെ കാര്യത്തിൽ മുൻ MLAയും CPM നേതാവുമായ KK ലതികയുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും ആ പോസ്റ്റ് ഉണ്ട്. ഈ ഷാഫി പറമ്പിലിനെതിരെയുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഒരു 2 വരി അവരുടേതായിട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. അത് 2024 മെയ് 25-ാം തീയതി ഇട്ടതാണ്. അല്ല, മെയ് അല്ല, ഏപ്രിൽ 25-ാം തീയതി ഇട്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26-നായിരുന്നു. അതിന് തൊട്ട് തലേ ദിവസം ഇട്ടതാണ്. അത് ഇതുവരെ മാറ്റിയിട്ടില്ല, അത് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതിൽ കേരള പോലീസ് ഒരു നടപടിയും എടുത്തിട്ടുമില്ല, ഒരാവശ്യം ആരോടും ഉന്നയിച്ചതായിട്ടും കാണുന്നില്ല. ശ്രീ